Welcome all of you, that is, students, run-up founders and common people or public. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡ്രോയിങ്സിനെ കുറിച്ചുള്ളതാണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഓണർ ഓർ പ്രൊപ്പറേറ്റർ അയാളുടെ ബിസിനസ്സിലോട്ട് ഇറക്കിയ പൈസയിൽ നിന്നും അല്ലെങ്കിൽ സാധനത്തിൽ നിന്നും അയാളുടെ സ്വന്തം ആവശ്യത്തിന് പേഴ്സണൽ യൂസിന് കുറേ പൈസയോ സാധനമോ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിൻവലിക്കുന്ന പണത്തെ അല്ലെ സാധനത്തെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, റാവു സ്റ്റാർട്ടഡ് എ ബിസിനസ് വർത്ത് ₹1 lakh. 1 ലക്ഷം രൂപ കൊണ്ട് റാവു ഒരു ബിസിനസ് തുടങ്ങുന്നു. ഹി വിഡ്രോ ₹10,000 ഹിസ് പേഴ്സണൽ യൂസ്. അതിൽ നിന്നും ₹10,000 അയാളുടെ പേഴ്സണൽ യൂസിന് എടുത്താൽ ആ ₹10,000 അയാളുടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് പിന്നെ നെറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഡ്രോയിങ്സ് കുറച്ച് കഴിഞ്ഞുള്ള ക്യാപിറ്റൽ 1 ലക്ഷത്തിൽ നിന്ന് 10,000 കുറച്ചതിന് ശേഷം 90,000 രൂപ മാത്രമേ അയാളുടെ ക്യാപിറ്റൽ ഉള്ളൂ. ഇതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇനി റാവു സ്റ്റാർട്ടഡ് എ ബിസിനസ് വർത്ത് ക്യാഷ് ₹1 lakh ആൻഡ് ഗൂഡ്സ് വർത്ത് ₹50,000 എന്ന് വിചാരിക്കുക. അയാളുടെ ആ ക്യാപിറ്റലിൽ നിന്നും 10,000 രൂപ ക്യാഷും 10,000 രൂപയുടെ ഗുഡ്സും എടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടി 20,000 രൂപയായിരിക്കും അയാളുടെ ഡ്രോയിങ്സ്. പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്ത ക്യാഷും ഗുഡ്സും കൂടെ കൂട്ടി ടോട്ടൽ എമൗണ്ട് ആയിരിക്കും അയാളുടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും അയാളുടെ ക്യാപിറ്റലിൽ നിന്നും കുറയുന്നത് കൊണ്ട് ആ 1 ലക്ഷത്തിൽ നിന്നും എത്ര എടുത്തോ അത് മൊത്തം കുറയുമ്പോൾ അയാളുടെ നെറ്റ് ക്യാപിറ്റൽ കിട്ടുന്നു. ഇങ്ങനെ പേഴ്സണലായിട്ട് സ്വന്തം ആവശ്യത്തിന് എടുക്കുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. പർച്ചേസിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ, ഗുഡ്സ് എടുക്കുകയാണെങ്കിൽ പർച്ചേസിൽ നിന്നാണ് കുറയുന്നത്. അപ്പോൾ ഡ്രോയിങ്സ് അയാളുടെ പേഴ്സണൽ യൂസിന് അയാൾ എടുക്കുന്ന പൈസ ആയതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് അവിടെ പോവുകയാണ്, പോകുന്ന ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. റിയൽ അക്കൗണ്ടിൻ്റെ റൂള് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ്. അവിടെ പർച്ചേസിൽ നിന്നും പോവുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് പർച്ചേസിനെയും ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നും ടു പർച്ചേസ് എന്നും അവിടെ ഡെബിറ്റും ക്രെഡിറ്റും എഴുതുന്നു. കോമ്പൗണ്ട് എൻട്രിയാണ് അവിടെ ക്രെഡിറ്റിൽ സൈഡിൽ വരുന്നത്. അപ്പോൾ ക്യാഷ് എടുത്താലും ഗുഡ്സ് എടുത്താലും രണ്ടും കൂടെ കൂട്ടി ടോട്ടൽ എമൗണ്ട് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുകയും ബാലൻസ് നെറ്റ് ക്യാപിറ്റൽ വേണം ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ നമ്മൾ കാണിക്കുന്നതും ആ നെറ്റ് ക്യാപിറ്റലായിരിക്കും. അപ്പോൾ ഇതൊരു പുതിയ ബിസിനസ്സിൻ്റെ തുടക്കക്കാർക്ക് ഇത് മനസ്സിലാക്കുവാൻ എളുപ്പമാണ്. എത്ര ക്യാഷ് എടുത്താലും എത്ര ഗുഡ്സ് എടുത്താലും ആ ടോട്ടൽ എമൗണ്ട് ഡ്രോയിങ്സ് ആണ്. പേഴ്സണൽ യൂസിന് എടുക്കുന്ന അതായതുകൊണ്ട് ക്യാപിറ്റലിൽ നിന്ന് അത് കുറയുകയാണ് ചെയ്യുന്നത്. ഡ്രോയിങ്സ് എന്ന പേരിൽ ആ ടോട്ടൽ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ പോകുന്നതിനെ എല്ലാം ക്രെഡിറ്റ് ചെയ്യണം. റിയൽ അക്കൗണ്ടിൻ്റെ റൂള് ക്രെഡിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് പർച്ചേസ്. അങ്ങനെ അതാണ് ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻസ് ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ. അപ്പോൾ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. ക്യാപിറ്റൽ മൈനസ് ഡ്രോയിങ്സ്, ദാറ്റ് ഈസ് ക്യാഷ് ആൻഡ് പേഴ്സണൽ യൂസിനെടുത്ത ഗുഡ്സ്. ഇത് രണ്ടും കൂടെ കൂട്ടിയായിരിക്കും ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സിന് ഈ കാൽക്കുലേഷൻ ഒരു പ്രയോജനപ്രദമായ ഒന്നായിരിക്കും. അതുകൊണ്ട് ഇത് കേൾക്കുകയും ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ പ്രാക്ടീസാണ് റെമഡി. പ്രാക്ടീസ് മീൻസ് ഇതിപ്പോൾ കേട്ടാൽ മതി, റിപ്പീറ്റ് ചെയ്ത് ഇതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഫിക്സ് ആകും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അത് നമ്മുടെ പഠനത്തിനൊരു റെമഡിയാകും.
അതുകൊണ്ട് ഈ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങൾ ചെയ്യണം. അത് മറക്കാതെ ചെയ്യണം. അപ്പോൾ പ്രാക്ടീസ് ഈസ് ദി റെമഡി. സോ യു റിപ്പീറ്റ് ഇറ്റ്. ഇന്ന് ഡ്രോയിങ്സിൻ്റെ ക്ലാസ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പാസ്സാക്കുക. പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ബിസിനസ്സുകാർക്ക് ഇത് ഒഴിച്ചുകൂടാൻ മേലാത്ത ഒന്നാണ് ഈ കാൽക്കുലേഷൻ. നിങ്ങൾക്ക് താങ്ക് യു, നന്ദി. അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുന്നതായിരിക്കും. പഠിച്ചിരിക്കണം. താങ്ക് യു.